എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചത്. ഇതോടൊപ്പം പല ആളുകളും ചോദിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉണ്ടോ എന്നുള്ളതാണ്. വെറും 1600 രൂപ മാത്രമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നത്. 17 മാസത്തെ കുടിശ്ശികയുള്ളപ്പോൾ ഒരു മാസത്തേത് മാത്രമാണ് ഈ ഫെബ്രുവരി മാസത്തിലും വിതരണം ചെയ്യുന്നത്. 23-ാം തീയതി തിങ്കളാഴ്ച മുതലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച ഫോൺ കോൾ ഇന്നലെ നമ്മൾ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിൽ. അത് ഒന്നുകൂടി കേൾക്കുക. ഹലോ, നമസ്കാരം മാഡം. ഈ മാസം പെൻഷൻ ഉണ്ടോ? 23-ാം തീയതി അയക്കുന്നുണ്ട്. 23. എത്ര എണ്ണം ഉണ്ട് മാഡം? ഒരു മാസത്തേ ഉള്ളൂ. ഇത് കുടിശ്ശിക തീർക്കുന്നു പറഞ്ഞിട്ട് അത് തീർക്കുന്നുണ്ടോ? 2 മാസം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ചാൽ മതി. എന്താണെന്ന് നോക്കട്ടെ തീരുമാനം. ഈ ഭരണം കഴിയാൻ പോവല്ലേ? അതിന് മുമ്പ് അങ്ങനെ കൊടുത്ത് തീർക്കുവോ? തീർക്കുന്നാണ് അറിവ്. 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്ന് വിളിക്കുക പറയാം. 23-ാം തീയതി അയക്കില്ലേ? അപ്പൊ ഇതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഈ മാസം ഒരു മാസത്തേത് മാത്രമാണ്. കുടിശ്ശിക അടുത്ത മാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പൊ എത്ര മാസത്തേക്ക് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. അപ്പൊ 23-ാം തീയതി തിങ്കളാഴ്ചയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിക്കുക. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 25-ാം തീയതിയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി 1050 കോടി രൂപ അനുവദിച്ചു എന്നും ധനമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്ക് 2000 രൂപ വീതം ലഭിക്കും. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിൽ നേരിട്ട് തുക കൈമാറും. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനും അതാത് ബോർഡ് വഴി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇത് കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്ര വിഹിതത്തിനുള്ള 24.21 കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് എന്നും ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചു. എന്നാൽ PFMS സംവിധാനം വഴി വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല. ഇങ്ങനെ മുൻകൂറായി സംസ്ഥാനം തുക വകയിരുത്തിയിട്ട് പോലും ഇത് പലപ്പോഴും വൈകുന്ന സാഹചര്യം ഉണ്ട്. അത് ഒഴിവാക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ധനമന്ത്രി അറിയിച്ചു. ഈ സർക്കാർ ഇതുവരെ 49,433.83 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 35,154 കോടി രൂപയും പെൻഷൻ ഇനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നും. അപ്പോ ഈ മാസത്തെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 23-ാം തീയതി തിങ്കളാഴ്ച ലഭിക്കും. ചൊവ്വാഴ്ചത്തെ കടമെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം 25-ാം തീയതി ബുധനാഴ്ച ദിവസം മറ്റുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷനും എത്തിച്ചേരുന്നതാണ് എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.